ഞാൻ ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്ത് ഇൻ്റർവ്യൂ കഴിയാറാകുമ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർ അത് നെഗറ്റീവായിട്ട് എടുത്ത് ഡീമോട്ടിവേറ്റ് ആകുന്നതൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ആൻസർ എന്ന് വെച്ചാൽ അത് പോസിറ്റീവായിട്ട് നിങ്ങളുടെ ആ പോസിറ്റിവിറ്റി കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ ആ ക്വസ്റ്റ്യൻ സാധാരണ ചോദിക്കാറുള്ളത്. ആ ചോദ്യം എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങളുടെ എക്സ്പീരിയൻസും അതുപോലെ തന്നെ എഡ്യൂക്കേഷനും സ്കിൽസൊക്കെ ഭയങ്കര ഇമ്പ്രസീവാണ്. പക്ഷേ നിങ്ങൾക്ക് ഈ പർട്ടിക്കുലർ ഒരു സോഫ്റ്റ്വെയറിൽ എക്സ്പീരിയൻസ് ഇല്ല, അല്ലെങ്കിൽ ഈ പർട്ടിക്കുലർ ഏരിയയിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ലല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്ത കമ്പനി ഡിഫറെൻറ്റ് ഇൻഡസ്ട്രി ആണുള്ളതൊക്കെ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ സാധാരണ ഒരു HR നിങ്ങൾ ഇൻ്റർവ്യൂവിന് വിളിക്കുമ്പോൾ നിങ്ങളുടെ CV പ്രോപ്പറായിട്ട് നോക്കി നിങ്ങൾക്ക് എന്തൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട്, നിങ്ങൾ ഏതൊക്കെ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നതൊക്കെ പ്രോപ്പറായിട്ട് നോക്കിയിട്ടാണ് നിങ്ങൾ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നത്. അപ്പം ഇൻ്റർവ്യൂവിന് വിളിക്കുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കിക്കണം നിങ്ങളുടെ കയ്യിൽ ഈ കമ്പനിക്ക് വേണ്ട എന്തോ കാര്യമുണ്ട്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടത് നിങ്ങളുടെ കയ്യിലുള്ളതുകൊണ്ടാണ് നിങ്ങളെ വിളിക്കുന്നതെന്നുള്ളത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ ഈ കമ്പനി യൂസ് ചെയ്യുന്നത് ടാലി സോഫ്റ്റ്വെയർ ആയിരിക്കും. നിങ്ങളുടെ എക്സ്പീരിയൻസ് വന്നാൽ ക്വിക്ക് ബുക്ക് ആയിരിക്കും. അവർ പറയും ഞങ്ങൾ ടാലിയിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് നോക്കുന്നത്, നിങ്ങൾക്കുള്ളത് എക്സ്പീരിയൻസ് ക്വിക്ക് ബുക്കിലാണ്, നിങ്ങൾ എങ്ങനെ ഇത് മാനേജ് ചെയ്യും എന്ന് ചോദിക്കും. അപ്പം നിങ്ങൾ മനസ്സിൽ വിചാരിക്കും നിങ്ങൾ എൻ്റെ CV നോക്കിയിട്ടല്ലേ വിളിച്ചതെന്നൊക്കെ ആയിരിക്കും നിങ്ങളുടെ മനസ്സിലുള്ള ക്വസ്റ്റ്യൻ. പക്ഷേ അവർക്ക് വേണ്ട ആൻസർ എന്ന് വെച്ചാൽ നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് പറയണം ടാലിയും ക്വിക്ക് ബുക്കൊക്കെ ഓൾമോസ്റ്റ് സോഫ്റ്റ്വെയർ ഫംഗ്ഷനാലിറ്റി ഒരുപോലാണ്, എനിക്ക് ഈസി ആയിട്ട് ടാലി സോഫ്റ്റ്വെയറിലോട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് ഒരു സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ കോൺഫിഡൻ്റ് ആയിട്ടൊരു മറുപടിയാണ് HR നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ CV നോക്കി നിങ്ങൾക്ക് ഏത് സോഫ്റ്റ്വെയറാണ് എക്സ്പീരിയൻസ് ഉള്ളത് നോക്കിയിട്ടാണ് അവർ നിങ്ങളെ വിളിക്കുന്നത്. പിന്നെ അവർ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് ടാലിയും ക്വിക്ക് ബുക്കൊക്കെ ഓൾമോസ്റ്റ് സിമിലർ ആണ്, അല്ലെങ്കിൽ എനിക്ക് ഈസി ആയിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു സ്ട്രോങ് കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു ആൻസറാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ സെയിൽസ് ജോബിനൊക്കെ പോകുമ്പോൾ അവർ പറയും നിങ്ങളുടെ എക്സ്പീരിയൻസ് ബാങ്കിങ് സെയിൽസിലാണ്, ഞങ്ങൾ നോക്കുന്നത് ഇൻഷുറൻസ് സെയിൽസിലൊക്കെയാണെന്ന് പറയും. അപ്പം തന്നെ ആൾക്കാർ മോട്ടിവേറ്റ് ആവും. പിന്നെ അവർ മനസ്സിൽ തന്നെ വിചാരിക്കും എൻ്റെ CV കണ്ടിട്ടല്ലേ എന്നെ വിളിച്ച്, പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്ന്. അപ്പം നിങ്ങളുടെ കയ്യിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്ന ഒരു ആൻസർ എന്ന് വെച്ചാൽ സ്ട്രോങ് ആയിട്ട് പറയണം സെയിൽസ് എല്ലാം ഒരുപോലാണ്, അത് ഓരോ കസ്റ്റമേഴ്സിനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയാണ് എന്ന് പറഞ്ഞ് സ്ട്രോങ് ആയിട്ട് ലൈക്ക് എനിക്കിത് ചെയ്യാൻ പറ്റും, ഇതെല്ലാം സിമിലർ ആണെന്ന് പറഞ്ഞൊരു സ്ട്രോങ് ആയിട്ടൊരു ആർഗ്യുമെൻ്റാണ് അവർ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ ഒട്ടും നെഗറ്റീവ് ആകരുത്, നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ സൈഡ് ക്ലിയർ ആക്കി പറയുക, എനിക്കത് ചെയ്യാൻ പറ്റും എന്ന് പറയുക. ഇതിനോടൊരു കാര്യം നിങ്ങൾക്ക് ഒട്ടും റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ചെയ്യണം അല്ല ചെയ്യാൻ പറ്റുമെന്നൊന്നും പറയരുത്. നിങ്ങൾക്ക് പറ്റുന്നതാണ്, അതിൽ സിമിലർ ആണ്, നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുമെങ്കിൽ സ്ട്രോങ് ആയിട്ട് പറയുക. അതാണ് അവർ നിങ്ങളുടെ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ഒരു കോൺഫിഡൻസ് ആണ് അവർ നിങ്ങളുടെ നിന്ന് പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾക്ക് ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ഒക്കെ വേണമെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നാളെ ഇൻ്റർവ്യൂവിന് പോകാനിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്